ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ആരുടെയൊക്കെ മുന്നിലേക്കാണോ എത്തിയത്, നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ഓർക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. Ten of Pentacles, Justice, Knight of Cups, Ace of Wands ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികളൊക്കെ അടങ്ങുന്ന കുടുംബം ആവാനുള്ള സാധ്യതയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം. ആ ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യം ജസ്റ്റിസ് തന്നെയാണ്. നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു നീതി നൽകണമെന്ന ആഗ്രഹം വന്നു തുടങ്ങിയിട്ടുണ്ട്. വളരെ ബുദ്ധിപൂർവ്വം തലകൊണ്ട് മാത്രം പ്രവർത്തിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങളോട് വൈകാരികപരമായിട്ട് ഒരു അടുപ്പം കാണിക്കാതെ മാറിപ്പോയവരാണെങ്കിൽ ഇപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവരുടെ ഹൃദയം കൊണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ടും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങളോട് തോന്നുന്നവരാണ്. ഏസ് ഓഫ് വാണ്ട്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ ആ ഒരു വെറുതെ ഒരു ബിഗിനിങ് അല്ല, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫ്ലവറിംഗ് ആണ് വന്നിരിക്കുന്നത്. പുതിയ തുടക്കത്തിലൂടെ റിലേഷൻഷിപ്പിൽ ആ ഒരു വളർച്ച, പൂർണ്ണ വളർച്ച നേടി നീതിപൂർവ്വം നിങ്ങളുടെ ബന്ധത്തിൽ പ്രവർത്തിച്ച് ഇതൊന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ഫീലിങ്സ് ആണ് നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോൾ തോന്നുന്നത്. വളരെ പോസിറ്റീവായ ഒരു എനർജി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഇഷ്ടമാണെങ്കിൽ പോലും ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്.